നമുക്ക് വേണമെങ്കിൽ ഇന്നലെ തന്നെ വെളിച്ചെണ്ണ അല്ലേ നമ്മളെ വീട്ടിൽ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ എണ്ണ കാച്ചാൻ പോവാണ്. ഇതെന്തൊക്കെയാണ്? ഇത് പേരക്കൻ്റെ ഇല, കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല, പനിക്കൂർക്കലിൻ്റെ ഇല, കറ്റാർ വാഴ, നിലനാരകം, തുളസി, കൃഷ്ണ തുളസി, കഞ്ഞുണ്ണി, ഓക്കെ, ആര്യവേപ്പില, ചെമ്പരത്തിപ്പൂവ്, പൂവാങ്കുരുന്നില, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് കാച്ചുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഇനിയും കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ ചേർക്കാനുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയുള്ളി, 4-5 ചെറിയുള്ളി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ചെമ്പരത്തിൻ്റെ ഇലയാണ്. അതാ ഇത് ഫുള്ള് ഉണ്ടാക്കി ഗ്രീൻ കളറിലായി അല്ലേ? മൈലാഞ്ചി ഇല്ല, മൈലാഞ്ചി ഇല്ല. ഇതിൽ പച്ചമരുന്നുകളാണ് നിങ്ങളെ ഈ മുടിൻ്റെ രഹസ്യം. അപ്പം നമുക്ക് ഈ പാത്രത്തേക്ക് കൊട്ടിക്കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടാ. അതൊക്കെ നമുക്ക് എടുക്കാം. ഇതിനി നേരെ അടുപ്പിലോട്ട് വെച്ചു കൊടുത്ത് ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ അല്ലേ? നമ്മളെ വീട്ടിൽ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിനായിട്ട് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതാണ്. അപ്പം വീട്ടിലില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് ഇതേപോലെ ഉപയോഗിച്ചാൽ മതി. അപ്പം അത് ഫുള്ളായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കുള്ള ഔഷധക്കൂട്ടാണ് അപ്പം നമ്മൾ കണ്ടത് കേട്ടോ. അത്രയും ഔഷധങ്ങൾ വേണം നമ്മളൊരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. ഇനി നമ്മളിതിലേക്ക് 200 നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 200 ml നല്ലെണ്ണ ഈ 1 ലിറ്റർ വെളിച്ചെണ്ണയിലോട്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ എണ്ണയും നമ്മളെ ഈ ഒരു ഔഷധവും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കട്ടോ. ഇതൊരു ചെറിയ ചൂടിലാണ് ഇപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറു ചൂടിൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ ഉലുവട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് കാച്ചെടുക്കാം. നമുക്കിത് ഫുൾ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇനി നമ്മളിത് കാച്ചിയെടുക്കേണ്ടത്. എന്ത് പൂക്കളോ? തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിളച്ചാൽ പോരാ, അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോകണം. നമ്മളിതിൽ അരക്കണ സമയത്ത് നമ്മൾ ഏകദേശം ഒരു 250 ml വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെള്ളം ഒഴിച്ച് കൊടുത്താലേ ഇതിലെ നന്നായിട്ട് വെന്ത് നമ്മൾ ആ ഒരു മരുന്നിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ ഈ എണ്ണയിലേക്ക്. അപ്പം തീർച്ചയായിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വറ്റിച്ചെടുക്കുക. അപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല എന്താ പറയുക, ഔഷധത്തിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടാണ്. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ? നല്ല പച്ച കളറിൽ നല്ല ഗ്രീൻ കളറാണ് മോളെ. എൻ്റെ ഈ ഉടുപ്പിൻ്റെ കളറ് വേണ്ട വീണു. ഗ്രീനാണ്. ഇതിൽ കണ്ടില്ലേ? ഇതിങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയപ്പോൾ ഇതിലൊരു പത പോലെ വന്നിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറിലുള്ളൊരു പത പോലെ വന്നിട്ടുണ്ട്. ആ പതൊക്കെ വറ്റി ഇതിലുള്ള ഈ നീരൊക്കെ നന്നായിട്ട് വറ്റണം കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ നമ്മളിത് എന്ത് ചെയ്യണം? വേവിച്ചെടുക്കണം. പോകരുത്, ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചെടുത്തത് കേട്ടോ. അപ്പം ഇത് വേവട്ടെ, വറ്റി വരട്ടെ, കരിയാത്ത രീതിയിൽ. എണ്ണ നന്നായിട്ട് തിളച്ച് വറ്റി ഇതിൽ ഈ ചണ്ടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുക്കാം. കർപ്പൂരം കൂടാൻ പാടില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതായി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. ഉണ്ടോ? നല്ല ഡാർക്ക് കളറിലായി വന്നിട്ടുണ്ട്. ഇത് വീഡിയോയിൽ എത്ര കണ്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. നമുക്കിത് അരിച്ച് ചൂടാറിയതിന് ശേഷം അരിച്ച് മാറ്റി എടുക്കാം. നല്ല ഗ്രീൻ കളറിലായിട്ടുണ്ട് കേട്ടോ എണ്ണ. അപ്പോൾ കർപ്പൂരം ഇട്ടുകൊണ്ട് നല്ല സ്മെല്ലുണ്ട്. കർപ്പൂരത്തിൻ്റെ മണം ഉണ്ടല്ലോ,
അപ്പോൾ ഇതിങ്ങനെ കർപ്പൂരം ഇടുകയാണെങ്കിൽ നമ്മളെ തലക്കും നല്ലതാണ്, കഫക്കെട്ടതിനൊക്കെ വളരെ നല്ലതാണ്. അത് മാത്രമല്ല നല്ല സ്മെല്ലുണ്ടാവും, പെട്ടെന്ന് കേടായി പോവില്ല നമ്മളെ വെളിച്ചെണ്ണ. അപ്പോൾ അതിനും കൂടിയിട്ടാണ് ഈ കർപ്പൂരം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ചൂടാറണ നേരം ഇത് തുറന്നിട്ടിട്ട് വേണം ഇത് ചൂടാറ്റിയെടുക്കാനായിട്ട്. അടച്ച് വെക്കരുത് പതുക്കെ. ഇനി നാളെ നമ്മൾ അരിച്ചു മാറ്റിയൊക്കെ വെക്കുള്ളൂ കേട്ടോ, ചൂടാറിയതിന് ശേഷം ആണ് ഇട്ടത്. അരിച്ചു മാറ്റി ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഇന്നലെ തന്നെ അരിച്ചു മാറ്റാം, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ലത്. കുറച്ചും കൂടി ആ മരുന്നൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരാനൊക്കെ. ഉണ്ടോ നല്ല ഡാർക്ക് കളറിലായിട്ട്, നല്ല പച്ച കളറാണിത്. പക്ഷെ ഇതിങ്ങനെ കുപ്പിയിൽ കാണുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.